ഹലോ ഗൈസ്, ഗുഡിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇട്ടുണ്ട്. ഞാനിവിടെ വരാൻ കാരണം ഈ സ്ഥലം വേറെയാണ്. ഇവിടെ എന്തോ മിഷൻ വേണ്ടി വന്നതാണ്. വെറുതെ മിഷൻ എന്ന് വെച്ചാൽ മറ്റേ എക്സ്പീട്ട് ഡീറാങ് മിഷൻ അത് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോണത് ഈ രണ്ട് മിഷനാണ്. ഈ അവസാനത്തെ ഈ രണ്ട് മിഷൻ അത് രണ്ടെണ്ണം മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആയിരിക്കും, ഷോർട്ടായിരിക്കും, നല്ല ഷോർട്ടായിരിക്കും. ഇത് ജിറയായിട്ടുള്ള എന്തോ പരിപാടിയാകാനാണ് സാധ്യത. നോക്കാം. അവസാനത്തെ രണ്ടെണ്ണം ഇങ്ങനെയാണെന്നില്ല. ജിറയെ കാണിച്ചിട്ടുണ്ട്. ജിറയ ട്രെയിനിങ് വിത്ത് സാധാരണ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജീൻസും എന്താണ് പറയുന്നത്, മറ്റേ തവളയാണ് അതിൻ്റെ പേര് അറിയത്തില്ല. അത് ഞാൻ സമയം ചെയ്യുന്ന പരിപാടിയാണ്. എനിക്കറിയത്തില്ല, കറക്റ്റായിട്ട് കണ്ടുവരുന്നതേ ഉള്ളൂ കേട്ടോ. ഫൈറ്റ് ജിറയായിട്ട് ടൂണും തെറ്റിപ്പോയി. ജിറയെ എന്തൊക്കെയാ പറയുന്നു, കാൽ പൊക്കി കാണിക്കുന്നു. ഓക്കെ, ഫൈറ്റ്. ജിറയുടെ ഒക്കെ ഫൈറ്റ് ചെയ്യാനായി അടി ജിറയെ അടിക്കാൻ പോലും തോന്നില്ലാത്ത പോലെ. കാരണം ബഹുമാനിക്കേണ്ട ഒരു ഇതല്ലേ. കുട്ടിയില്ലേ, നീ കുട്ടിക്കാം. ഇതാണ് സാധനം. കൊണ്ടില്ല ഇല്ല. അത്രേ ഉള്ളു. അടി ചന്തയ്ക്കല് പിടിക്കാൻ നോക്കിയത് അത്രേ ഉള്ളൂ. ജിറയെ എടുത്തിട്ട് അലകുന്നു നോക്കിയ കൊണ്ടില്ലടാ. ചവിട്ടിയില്ലേ. യുടെ സാഗ സ്റ്റേജ് ഞാൻ തന്നെ പറഞ്ഞ എനിക്ക് നിർത്തി. ഈ സാഗ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്റ്റേജ്, ഒരു മോഡാണ്. അതായത് നമ്മൾ ഇത്രയും പവർഫുൾ ആകുന്നതിൻ്റെ പ്രത്യേകത. കാക്കാഷിയുടെ ഷെറിംഗൻ മോഡാണ് അവൻ്റെ സാഗ. നമ്മൾ നറൂട്ടോ എന്താ അറിയത്തില്ല, ഇങ്ങനെ ഓരോന്നിനും ഓരോ മോഡാണ്. നിറയെ തന്നെ പറ്റിച്ച് പെട്ടെന്ന് കഴിയുന്നില്ല. നിറയ്ക്ക് ഭയങ്കര പവർ. ഞാൻ ഇനി ഇടിച്ച് തന്നെ തോപ്പിക്കാൻ പോയി. ഇടിച്ച് തന്നെ നറൂട്ടോയുടെ ദേഹത്തൂടെ തീ പറയുന്നത്. ഇനി ഒരൊറ്റ ബാറും കൂടെ ഉള്ളു, ലൈഫ് ബാറും കൂടെ ഉള്ളേ. എന്റെ മോനെ ഇടിയൊക്കെ താഴെന്നുണ്ട്. തീ എന്നിട്ടും നടന്നു. ഈ ചെറിയ ഇതും കൂടെ ഉള്ളു, ഇച്ചിരിയും കൂടെ ഉള്ളു. പുട്ട് എന്റെ മോനെ അടിച്ച് കലക്കുന്നു. നിറയെ പണിക്കിടാൻ വേണ്ടിയുള്ള ഒരു കളിച്ച് നമ്മളിതിരി തട്ടിച്ച് നാറോട്ട് ഒഴിച്ചു മാറ്റി എല്ലാം ഇതാക്കി.
അപ്പോൾ നെക്സ്റ്റ് എന്താണ് എന്ന് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് ഫൈറ്റോ ഇല്ലെങ്കിൽ മറ്റേ റെസിംഗം പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കും. അല്ല, റെസിംഗം പഠിപ്പിക്കുന്നത് വരുമ്പോൾ മറ്റേ ഇതൊക്കെ സുനാടൊക്കെ ഉണ്ട്. മറ്റേ ആള് മറ്റേ സിക്സ്ത് ഒക്കെ ഇല്ല, അത് 6th ആണോ 5th ആണോ? 6th അല്ലേ? 6th 5th അങ്ങനെയാണ്. ഒക്കാക്ക് കൂടെ വേണം. ജിറയെ കിട്ടി ഫൈറ്റ് ചെയ്യേ. അത്രേ ഉള്ളു. അതൊന്ന് പെട്ടെന്ന് കൂടെ കഴിയുന്നത്. നാറൂട്ടോ വേഴ്സസ് ഗമബുനാൻ ചെയ്യാം. മനസ്സിലായി. അത് തവളയാ. എനിക്കത് വായിച്ചു പോയത്. ഇതൊരു ഫൈറ്റാ നോക്കട്ടെ. നാറൂട്ടോ അതിന്റെ കണ്ണിന്റെ അത്ര ഉള്ളു. നാറൂട്ടോ എന്താ എന്റെ കണ്ണിന്റെ അത്രേ ഉള്ളു. നെല്ലുകൊണ്ട് കടിക്കുന്നു. ഞാനെന്തായാലും നിന്നെ പിടിച്ചെടുക്കും. ഓക്കെ, ഞാൻ ഫൈറ്റ് ചെയ്യും. ഇത് ഉപയോഗിക്കാനാണോ? അത് തന്നെ. പക്ഷെ അത് ഉപയോഗിച്ചിട്ടൊന്നും ഏക്കുന്നു കൂടിയില്ല. ഏക്കുന്നുണ്ട് കേട്ടോ, ഏക്കുന്നുണ്ട്. കൺട്രോൾ. അയ്യോ അയ്യോ, മാറി. വെള്ളം തെറിപ്പിക്കുമ്പോൾ മാറണം. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിലെന്നാ കാണിക്കുന്നു. ഇതില് അയ്യ, അതിനൊന്നും അല്ല കാണിച്ചത്. എന്താ ഒന്ന് കണ്ട അടിക്കാൻ പറ്റുന്ന അത്ര കാണിച്ചോ. കുടുങ്ങി പോയാൽ കേട്ടവൻ. തിരിച്ചു നോക്കാം. കുടുങ്ങി പോയത് വീണ്ടും. അടി 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 അടി. ഇത് ജിജു ജിജു. ഏടാ നീ കുടുങ്ങി പോകാം. ഓ, ചാടിയില്ല. ഓളത്തിൽ ചാടിയത്. ഓക്കെ, അടി അടി അടി. എപ്പത്തീരാണ് ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? ഓ, കത്തി എടുത്തിട്ട് ഓക്കെ. നാറൂട്ടോ മാറി. നമ്മളിനി വരച്ച് ഇതാക്കി കൊടുക്കണമായിരിക്കും. ചാടിയത്. അയ്യോ ഷോ, ഞാനത് വലിച്ചു മാത്രമുള്ള മീനുണ്ട്. അത് ആ ഒരു മോഡിലോട്ടായി അടിച്ചു. ഇങ്ങനെ ഓക്കെ. വാടാ, ഓടിക്കോ. കൊള്ളാല്ലേ? അത് പോട്ടെ.
നാറൂട്ടോക്ക് ലൈഫില്ലാട്ടാ. ആ ഇനി അതും കൂടെ മതിയായിരുന്നു. ഓക്കെ ഓക്കെ, ചാക്കര തന്നെ ലോഡാകുന്നുണ്ട്. ചാക്കര ഇപ്പം തന്നെ ലോഡാകുന്നുണ്ട്. ഈ പൊന്നും തവളെ ചവിട്ടി കൊല്ലണമില്ല. ഓ ഇത് ഭയങ്കര പണിയുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ നെഞ്ചത്തോട്ട് വീണത്. താഴോട്ട് സമരം ചെയ്ത പൊന്നും തവളെ. ഓക്കെ, വീണ്ടും അത് വന്നു. മേലോട്ട് മേലോട്ട്. അതെ വന്നു കേട്ടാ. ഷാടൊക്കെ വെളിയിൽ തന്നെ ഇതാ കൂട്ടിപ്പിടിച്ച് അതിനെ ഇറക്കിയേറ്റാൻ പോണ അടിച്ച്. ഓക്കെ താപ്പി എൻ്റെ അടിച്ച് ഭൂമിയുടെ അടിയിലോട്ടാക്കിയേ. ഇതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഡേസ്. ഓ ആ ഒറ്റ ഊതലിൽ നിർപ്പിച്ച് ഒരു ജിൻസ് ഉപയോഗിച്ച് വാട്ടർ ബലൂൺസ് ആണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത് ഇവരെ കൊല്ലാൻ നോക്കണം. നോക്കാണ് ചിരിച്ചതാ. അതിന് മൊത്തത്തിൽ പവർ കളഞ്ഞു കേട്ടാ. അത് ചാകത്തില്ല ഇതിൻ്റെ ഇരിക്കുന്നു. ഞാൻ ജയിച്ചു ഉണ്ടാ. ഞാൻ എൻ്റെ കുതിയിൽ കയറി. ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇതിൻ്റെ കൂടെ പോയേക്കാം എന്നാണ് ആ തവള പറഞ്ഞത്. തവളയല്ല, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. നല്ല കട്ടിയുള്ള പേര്, അതുകൊണ്ട് തവളയെന്ന് തന്നെ പറയാം. റൂട്ട് ഉറങ്ങി. എല്ലാം വന്നിട്ട് ഓ ഇത് 2 ലൈഫ് പോയിട്ട് പിന്നെ ഇത്ര വലിയ ഫൈറ്റ് കിടക്കുന്നത് പിന്നെയാണത്. പിന്നെ ഞാൻ ഡി റാങ്ക് മിഷൻ, സി റാങ്ക് മിഷൻ അങ്ങനത്തെ മിഷൻസ് ഒന്നും ഞാൻ കാണിക്കത്തില്ല വീഡിയോക്കകത്ത്. ഈ ഒരു മിഷൻ ഉണ്ടല്ലോ, അതായത് ജൂനിയർ എക്സാം ഇനി എന്താണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഇനി വല്ലതും വരുമായിരിക്കും, അതുറപ്പാണ്. അത് വരും, അതുറപ്പാണ്. കാരണം ഇതോടെ കഴിഞ്ഞില്ല. ഇനി സുനാണ വരണം. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഒത്തിരി ഉണ്ടത്. എന്നിട്ട് ലീസ്റ്റ് ഡിസ്ട്രക്ഷൻ ആർക്ക് പുതിയത് ഒന്നുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ. സ്റ്റോറേജിലൊക്കെ ഐറ്റം അതൊക്കെ പിന്നെ എടുക്കാം. അത് ഓഫ്ലൈനിൽ തന്നെ എടുത്തോളാം. ക്യാമറ പുതിയത്. ഓക്കെ, ദ ഫൈനൽ സ്റ്റേജ് ബിഗിൻ. എനിക്ക് ഡിറാങ് മിഷൻ എനിക്കറിയാത്തത് ഇത് എന്തുവാ, ട്രെയിനിങ് മാച്ച് വിത്ത് കാക്കാശി. ഇത് പിന്നെ സാക്രോൺ ട്രെയിനിങ്. ഇതിന് കാക്കാശിയോട് ഫൈറ്റ് ഇത് അറിയണം. എന്തുവാണ് അതെന്ന് പറയുന്നത്, നിഞ്ചിൻസും ഗെഞ്ചിൻസും ഉണ്ട്. എഞ്ചിൻസും എന്ന് പറയാം. അതെനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേക്കെ. പിന്നെ സാക്രായിട്ടുള്ള അതിലെ ഒരു ഇതുണ്ട്. എന്തുവാ എനിക്ക് ഇംഗ്ലീഷ് കറക്റ്റായിട്ടൊന്നും പിടി കിട്ടുന്നില്ല. ലാൻഡ് അറ്റ് ലാസ്റ്റ് 3 എക്സ്ട്രാ ഹിറ്റ് ഒന്ന് ഡൗൺഡ് എനിമി. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കുറേ കളിച്ചതാണുണ്ട്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ അവസാനത്തെ 3 അടിയിൽ കൊല്ലാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അറിഞ്ഞുകൂടാ, എനിക്കറിയത്തില്ല. ഇപ്പോൾ
ഗൈസ് വീഡിയോ അവസാനിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞില്ല, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ഇനിയും വീഡിയോസ് വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ട സെക്കൻഡ് നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പണി ഒഴിവായി കിട്ടും. പിന്നെ എന്തുവാ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഈ ഗെയിമിൻ്റെ കാര്യങ്ങൾ വേണോ അതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യാം. എനിക്കിപ്പോഴാണ് ഗെയിമിനെ കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റ് എനിക്ക് തന്നെ കിട്ടിയത്. ഇത്ര നാളെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ മുന്നോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഗുഡ് ബൈ.